ഞാനിപ്പോൾ പ്രോഗ്രാമിൽ പലപ്പോഴും പറഞ്ഞു വലിയ പ്രോജക്റ്റുകളെ പറ്റി, മെഗാ പ്രോജക്ട്സ്. അത്തരത്തിലുള്ള പ്രോജക്റ്റിലെ ഒരു എക്സ്ട്രീമിറ്റി ആയിരിക്കും 2020. കാരണം മലയാള സിനിമയിൽ, മലയാളത്തിലെ മാത്രമല്ല, അതിനകത്ത് ശരത് കുമാർ തുടങ്ങി തമിഴ് ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, അതും അമ്മയെ പോലെയുള്ളൊരു സംഘടനയാണ് ഇതിന് ആ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു വശം മാത്രമാണ്. അതിൻ്റെ ഒപ്പം വലിയൊരു ടീമിനെ കൊണ്ടുപോവുക, അവരെ വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ഒരു വർക്ക് ചെയ്യിച്ചെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ജോലി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായിരുന്നു 2020 എന്ന് പറയുന്ന പടം. അത്ര ബിഗ്, എനിക്ക് തോന്നുന്നത് മലയാളം കണ്ടതിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ഫിലിം കൂടെ ആയിരുന്നു അത്. മലയാളത്തിൽ കളക്ഷൻ്റെ കാര്യത്തിലും അത് ബിഗ് ബഡ്ജറ്റായിട്ട് മാറി. ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായ പടം കൂടെയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ ഒരു പിന്നീട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സിലും ഒക്കെ നമ്മൾ കണ്ടത്. കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്ന കൂടൊരുക്കുന്നു, മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. തമ്മിൽ തമ്മിൽ നമ്മൾ മോഹത്തേരേറുന്നു. എനിക്ക് പേഴ്സണലി ആ സമയത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ട്. അത് നല്ല മെലഡി ആയിരുന്നു. അത് ആ ശങ്കർ മാധവൻ പാടിയൊരു ബ്യൂട്ടിഫുൾ മെലഡി. അപ്പോൾ അതിന് ദീപക്കേട്ടൻ്റെ മെലഡീസിനൊക്കെ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഒരു സൂഫി ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സൂഫി, അങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ സൂഫി, അങ്ങനത്തെ ഒരു ചെറിയൊരു എലമെൻറ്റ് പല മെലഡീസിലും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും തോന്നിയൊരു പാട്ടാണത്. അതിനകത്ത് സയ്യാവേ എന്നുള്ളൊരു വേർഡ് ആണ് എൻ്റെ ഹുക്ക് ലൈനായിട്ട് പാടിയിട്ടുള്ളത്. അപ്പോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി, കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. ഒന്നിച്ചു ചേരാനായി തപസ്സിരുന്നു. സെവൻസ് എന്നുള്ള മൂവിയിൽ, ഈവൻ ദോ ദ മൂവീസ് അബൌട്ട് ഫുട്ബോൾ ആൻഡ് സ്പോർട്ട്, ഒരു സ്പോർട്ട് കൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അതിൽ അതിനൊക്കെ മാറിയിട്ട് ഒരു മെലഡി ബേസ്ഡ് സോങ് അതിനകത്തുണ്ട്. മേഘത്തോപ്പിൽ എന്ന പാട്ടിൻ്റെ പേര്. അപ്പം ബിജുവാൽ സാറാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പം സാറിൻ്റെ കാര്യത്തിൽ ഞാൻ നോർമലി എല്ലാം അവൻ അതർവൈസ് ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ മെലഡി സെൻസ്, അതായത് ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് ഓഫ് മെലഡി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ഹിറ്റ് മേക്കിംഗ് മെലഡി എന്നുള്ളതല്ല സാറിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. സാറിൻ്റെ മെലഡി ഒരു ക്ലാസ് മെലഡി ആയിരിക്കും, ഒരു എന്തെങ്കിലും ഒരു യുണീക്ക് എലമെൻ്റ് അതിനകത്തുണ്ട്. ഒരിക്കലും ഒരു ഹിറ്റ് മേക്കിംഗ് അല്ല സാറിൻ്റെ പ്രയോറിറ്റി. അപ്പം ആ മെലഡിക്ക് ആ ഒരു ബ്യൂട്ടി ഇതിനകത്തുണ്ട്. അപ്പം ഈ സോങ് ഒരു സിറ്റുവേഷണൽ സോങ് ആണ്. കുറച്ച് സാഡ്നെസ് ഒക്കെ ആ മൂഡിലൊക്കെ പോകുന്ന ഒരു സോങ് ആണ്. എവിടെ പല വീറുകൾ കാട്ടിയ രാജാക്കന്മാർ, എവിടെ ചുടുചോരയൊഴുക്കിയ യോദ്ധാക്കന്മാർ, കൊടി കയറും കാലവുമുണ്ടേ, അടിപതറും നേരവുമുണ്ടേ, ഒരു പിടി മണ്ണായി ഇവിടെയൊടുങ്ങും സകലം. ഈ മണ്ണിൽ വീഴും വീണ്ടും വീണ്ടും താഴെ, കണ്ണിൻ മായം മാറും. ഓരെല്ലാ പൂവിൻ ഗന്ധം തേടി പോയാൽ കണ്ണീരാറ്റിൽ വീഴും. മേഘത്തോ